മൊമെന്റ് ആട്ടോ. കാരണം എനിക്ക് മമ്മൂക്കേനോടൊക്കെ നമ്മൾ ചോദിക്കാറില്ല എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം. എനിക്ക് അതേ ചോദ്യം ഇവിടെ ചോദിക്കാൻ തോന്നുന്നു, എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? യു ഹാവ് ഏജ് ലൈക്ക് എ ഫൈൻ വൈൻ. ജെനറ്റിക്സ് ആണെന്നല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ബാഡ് ബോയ്സിലേക്ക് വരാം. എന്താണ് ബാഡ് ബോയ്സ് ആൻഡ് റഹ്മാൻ? എനിക്കറിയാം, എനിക്കൊന്നും ഒരു വലിയൊരു കംബാക്ക് ആണ് നമ്മൾ മലയാളികൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ആ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഈവൻ ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, ആ പഴയ റഹ്മാനെയൊക്കെ തിരിച്ചു കിട്ടി. എനിക്ക് തോന്നുന്നു ആ ട്രെയിലറിന്റെ താഴെ വന്ന കൊമന്റ്സ് വായിക്കുകയാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കൊമന്റ്സും അങ്ങനെ തന്നെ ആയിരിക്കും. ആൻഡ് വാട്ട് ഈസ് യുവർ റിയാക്ഷൻ ആൻഡ് വാട്ട് യു വാണ്ട് ടു ടെൽ ദം? ഹലോ കൊച്ചി, നമസ്കാരം. നമസ്കാരം. എഴുന്നേക്കും പ്ലീസ്. വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് എനിക്ക്. ഞാൻ സിനിമയെക്കുറിച്ച് അധികമൊന്നും പറയാൻ പോകുന്നില്ല, കാരണം ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് നന്നായി അറിയാം. ഇതൊരു നല്ല സിനിമയാണ്, വലിയ സിനിമയാണ്, പ്രത്യേക സിനിമയാണ്, ഒരു ഡിഫറെൻറ്റ് സിനിമയാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് ഇതെല്ലാമാണ്. എൻ്റെ കരിയറിൽ ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ ഒരു മാസ് എൻ്റർടൈനിങ് സിനിമ ചെയ്തിരിക്കുന്നത്. വളരെ ത്രിൽഡാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ ടീസർ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസസ് എനിക്ക് കിട്ടുന്നുണ്ട് പ്രേക്ഷകരിൽ നിന്ന്. സോ ഞാനും ടെൻഷനാണ് എൻ്റെ ഇത്. പക്ഷെ ഇന്ന് ഈ വേദിയിൽ ഇപ്പോൾ എനിക്ക് നന്ദി പറയാനുള്ളത് രണ്ടുപേരുടെതാണ്. ആദ്യം ഒന്ന് ഈ പടത്തിൻ്റെ സംവിധായകൻ, കാരണം ഇങ്ങനെ ഒരു കഥയായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം എൻ്റെ മേളിൽ കാണിച്ച ആ വിശ്വാസമാണ് എനിക്കിങ്ങനെ ഒരു പടം ചെയ്യാൻ കഴിഞ്ഞത്. ഒമർ ലുലു, താങ്ക് യു സോ മച്ച് ഒമർ. ആൻഡ് സാരംഗൻ റൈറ്റർ, താങ്ക് യു സോ മച്ച് ഒമർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു നമ്മൾ കഥ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് ചിരിച്ചിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു സംശയമായിരുന്നു എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നത്. അത് മാറ്റി തന്നത് ഒമറാണ്. സത്യം, ഇത് സത്യമാണ്. സാറിന്റെ ടെൻഷൻ മാറ്റാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സാറിന്റെ ഒരു പാട്ട് കൂടെ പ്ലേ ചെയ്തോട്ടെ? ഒരു മിനിറ്റ്. ഞങ്ങള് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഏതാണ്ട് 1.5 മാസമായിട്ടുള്ളൂ. ആൻഡ് ഓണത്തിന് ഇറക്കണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷെ ടൈം എങ്ങനെ, അതിനൊരുപാട് പണം ചിലവാണ്. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് റഷ് ചെയ്യണം, സ്പീഡപ്പ് ചെയ്യണം. ആൻഡ് അഫ്കോഴ്സ് പ്രൊഡ്യൂസർ അദ്ദേഹം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വാശി എൻ്റെ അടുത്ത് ഉറപ്പിച്ചത് ഈ പടം ചെയ്യുമ്പോൾ ഇത് ഞാൻ ഓണത്തിന് ഇറങ്ങിയിരിക്കും, ഇത് ഞാൻ റിലീസ് ചെയ്തിരിക്കും എന്നുള്ളത് ആ ഒരു വാക്ക്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ആൻഡ് പിന്നെ ഈ പടത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, ഈ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പടത്തിൽ അഭിനയിക്കുന്നവർ എല്ലാവരും ബാഡ് ബോയ്സ് തന്നെയാണ്. ഇവരില്ലാതെ ഈ ബാഡ് ബോയ്സ് ഇല്ല. ഇത് എൻ്റെ ഒരു പടം മാത്രമല്ല, ഇത് എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ബെബിൻ, സെന്തിൽ, ആൻസൺ, എവറിബഡി, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്ക് വാക്കുകളില്ല എല്ലാവർക്കും പറയാൻ. കാരണം ഇങ്ങനെ ഒരു ടേൺ ഔട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇത്രയും ലെവലിൽ ഇത് കയറുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സോ മച്ച് സുധീർ, ജിനി, ബാബു ആന്റണി, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷീലു, താങ്ക് യു ഫോർ വർക്കിംഗ് വിത്ത് മീ. താങ്ക് യു. ഒരു ടെക്നീഷ്യന്റെ പേര് നമ്മൾ വിട്ടുപോയി, കാരണം പിന്നെ DOP ആൽബി, അതുപോലെ തന്നെ എഡിറ്ററായ ഡോൺ ബോസ്കോ, പിന്നെ മ്യൂസിക് ഡയറക്ടർ വില്യംസ്. ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും ഉണ്ടോ ഇവിടെ? അല്ല, നമ്മുടെ ഫൈറ്റ് മാസ്റ്ററിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടാവും. ഫിനിക്സ് പ്രഭു. ഈ അടുത്ത് റീസെന്റ് ആയിട്ട് ടർബോ എന്ന് പറയുന്ന സിനിമയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഷെർഷാന് കുറെ എനിക്ക് തോന്നുന്നു അടുത്തൊരു പ്രോജക്റ്റും വരുന്നുണ്ട്. അതുകൊണ്ട് ഷെർഷാൻ എപ്പോഴും ഫിനിക്സ് പ്രഭുവിനെ ബൂസ്റ്റ് ചെയ്യുന്നത്. ആ പേര് വിട്ടുപോയി. ഒരു ഉഗ്രൻ 6 ഫൈറ്റ് സീക്വൻസ് ആണ് ഇതിൽ കമ്പോസ് ചെയ്യുന്നത്. ഒരു ഫൈറ്റല്ല, എത്ര ഫൈറ്റാണ്? 5 ഫൈറ്റാണ്. ഞാൻ അഷ്റഫ് ഗുരുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ പടത്തിന്റെ റിസൾട്ട്. കാരണം ആർക്കും ഒരു എന്താ പറയുക, ഒരു ക്ഷീണോ ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ 40 ദിവസം, എത്ര ദിവസമായി? 50 ദിവസം വർക്ക് ചെയ്ത് ഒരുമിച്ച്. ഒരുപാട് നല്ല ഓർമ്മകളും ഒരുപാട് നല്ല എക്സ്പീരിയൻസും ആണ്. താങ്ക് യു ഗൈസ്. ആ പാട്ടിനോടൊപ്പം നമ്മളെല്ലാവരും ഡാൻസ് ചെയ്യും. ഓക്കെ, എല്ലാവരും പോവും. ഞാൻ ആ പാടി കഴിഞ്ഞ് എല്ലാവരും ഒരിക്കലും